സൂപ്പർ പൊസിഷൻ തിയറത്തിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വോൾട്ടേജ് സോഴ്സ് മാത്രമുള്ള പ്രോബ്ലമാണ് ചെയ്തത്. ഇവിടെ ഒരു കറണ്ട് സോഴ്സും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, സോൾവ് ദ ഗിവൺ സർക്യൂട്ട് ബൈ അപ്ലൈയിങ് സൂപ്പർ പൊസിഷൻ തിയറം ആൻഡ് ഡിറ്റർമൈൻ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച്. ഇതാണ് സർക്യൂട്ട്. ഇതിലൊരു 10 വോൾട്ട് ഉണ്ട്, അതുപോലെ ഒരു 1 ഓം റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. സോ അതുപോലെ 5 ഓം, 4 ഓം, ഇവിടെ ഒരു 2 ഓം, 2 ഓം ആൻഡ് 8 ആംപിയർ. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിലെ എല്ലാ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അതായത് ഈ 4 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം, ഇതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം, ഇവിടെ പോകുന്ന കറണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ചിട്ടാകുമ്പോൾ ആദ്യം നമുക്ക് 2 സോഴ്സ് തന്നിട്ടുണ്ടല്ലേ. സോ നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു സോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ മറ്റേ സോഴ്സിനെ റിമൂവ് ചെയ്തിട്ട് പിന്നെ അൾജിബ്രിക് സം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 1ൽ എന്ത് ചെയ്യണം? ആദ്യം റിമൂവ് ദ കറണ്ട് സോഴ്സ് ബൈ റീപ്ലേസിങ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. നമ്മൾ ആദ്യം വോൾട്ടേജ് സോഴ്സ് മാത്രം എടുക്കുക, കറണ്ട് സോഴ്സ് റീപ്ലേസ് ചെയ്യാൻ പോകും. കറണ്ട് സോഴ്സിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യുക? കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് കൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇവിടെ നോർമലി ഇപ്പോൾ കറണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ് വരിക, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നോക്കിക്കേ, 10 വോൾട്ട്, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ പ്ലേസ് ചെയ്യണം. മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അപ്പോൾ 10 ഓമിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ഓം ഇവിടെ മാർക്ക് ചെയ്തു. ഓൾറെഡി ഉള്ള 5 ഓം, 4 ഓം, 2 ഓം, 2 ഓം. കറണ്ട് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓക്കെ, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓക്കെ, കറണ്ട് സോഴ്സ് അങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമുക്ക് കറണ്ട് മാർക്ക് ചെയ്യാം. ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ഡാഷ്. ഇപ്പോൾ പ്ലസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട്, കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ചെയ്യുക. സോ I1 ഡാഷ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് ഇവിടം വരെ എത്തും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് 2 കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, I2 ഡാഷും I3 ഡാഷും. ഓക്കെ, I2 ഡാഷും I3 ഡാഷും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കി I2 ഡാഷിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടിലൂടെ കറണ്ട് പോകുമോ? ഇല്ല അല്ലേ. സോ ഓപ്പൺ സർക്യൂട്ടിലൂടെ കറണ്ട് പോവില്ല. സോ I2 ഡാഷ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ 2 റെസിസ്റ്റൻസിലൂടെ എന്ത് ചെയ്യില്ല, ഇപ്പോൾ കറണ്ട് പോവില്ല. സോ ഈ സമയത്ത് I2 ഡാഷ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഈ സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. അവിടെ 1 ഓം, 5 ഓം, 4 ഓം ഇത്രയും റെസിസ്റ്റൻസ് മാത്രമേ ഇവിടെ വരുള്ളൂ. കാരണം ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കാൻ കാരണം ഇതിലൂടെ കറണ്ട് പോകുന്നില്ല. സോ I1 ഡാഷ് തന്നെയായിരിക്കും എന്ത്? I3 ഡാഷ്. I2 ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ I1 ഡാഷ് മൊത്തം ഇത് കൂടെ പോകും, ഇത് കൂടെ പോകും. സോ I1 ഡാഷ് ഈക്വൽ ടു I3 ഡാഷ്. അപ്പോൾ ഈ I1 ഡാഷ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് എന്ത് കൂടി കിട്ടും? I3 ഡാഷും കിട്ടും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. നോക്കിയാൽ ഒരു 10 വോൾട്ട് 3 റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സീരീസ് ആയിട്ട് 1 ഓം, 5 ഓം, 4 ഓം. അപ്പോൾ ഇക്വൽ റെസിസ്റ്റൻസ് എത്ര വരിക? സീരീസ് ആയിട്ട് കണ്ടു ചെയ്താൽ സം ഓഫ് ദ റെസിസ്റ്റൻസ് ആണ്. സോ 1 + 5 + 4. സോ R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1 + 5 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഓം. സോ അങ്ങനെ നമുക്ക് ഇക്വൽ റെസിസ്റ്റൻസ് കിട്ടി 10 ഓം. അങ്ങനെ ഇതിലുള്ള കറണ്ട് എന്തായിരിക്കും? കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സോ I3 ഡാഷ് തന്നെയാണ് എന്ത്? I1 ഡാഷ്. ഓക്കെ, സോ I3 ഡാഷ് ഈസ് ഈക്വൽ ടു 10 ഓം ഡിവൈഡഡ് ബൈ R ഇക്വലൻ്റ്. സോ R ഇക്വലൻ്റ് എന്ന് വെച്ചാൽ എത്രയാണ്? 10 ഓം ആണ്. സോ 10/10 1 ആംപിയർ. സോ I1 ഡാഷ് ഈക്വൽ ടു 1 ആംപിയർ, I3 ഡാഷ് ഈക്വൽ ടു 1 ആംപിയർ. ബിക്കോസ് I1 ഡാഷ് ഈക്വൽ ടു I3 ഡാഷ്. എന്തുകൊണ്ടാണ്? I2 ഡാഷ് 0 ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് 2ൽ എന്താണ്? നമുക്ക് റീപ്ലേസ് ദ വോൾട്ടേജ് സോഴ്സ് വിത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ കറണ്ട് സോഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വോൾട്ടേജ് സോഴ്സിനെ റീപ്ലേസ് ചെയ്തു. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ഓം ആണ്, അതുകൊണ്ട് റീപ്ലേസ് ചെയ്തു. വോൾട്ടേജ് സോഴ്സ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്യണം. ഇവിടെ 1 ഓം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത് കൊണ്ട് ആ 1 ഓം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചു. അപ്പോൾ 5 ഓം, 4 ഓം, ഇവിടെ 2 ഓം, 2 ഓം. ഇപ്പോൾ 8 ആംപിയർ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് വീണ്ടും ഒരു കറണ്ട് മാർക്ക് ചെയ്യാം. ഇതിലൂടെ പോകുന്ന കറണ്ട് ഇതിന് മുമ്പ് മാർക്ക് ചെയ്ത പോലെ തന്നെ I2 ഡാഷ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇവിടെ നിന്ന് താഴ്ന്ന് മുകളിലേക്കാണ്. സോ I2 ഡാഷ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടം വരെ വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 വഴിയുണ്ട് I2 ഡാഷിന് പോകാൻ. അപ്പോൾ എന്തായിട്ടൊക്കെ പോകും? I1 ഡബിൾ ഡാഷ് ആയിട്ടും I3 ഡബിൾ ഡാഷ്. സോ ഇവിടെ I2 ഡബിൾ ഡാഷ് ആണ്. അതിന് മുമ്പ് നമ്മൾ രണ്ടാമത് എടുക്കുന്നതുകൊണ്ട് ഡബിൾ ഡാഷ് ഇട്ട് എടുക്കണം. സോ I2 ഡബിൾ ഡാഷ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. I1 ഡബിൾ ഡാഷ് ആയിട്ടും I3 ഡബിൾ ഡാഷ് ആയിട്ടും. I2 ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എത്രയാണ്? ഇതിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് അല്ലേ. സോ 8 ആംപിയർ ആണ് എന്ത്? I2 ഡബിൾ ഡാഷ്. സോ I2 ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 8 ആംപിയർ. കാരണം 8 ആംപിയർ തന്നെ ഇത് കൂടെ പോകുന്നത്. സോ ഇത് കറണ്ട് സോഴ്സ് കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നത്. സോ 8 ആംപിയർ ഇത് കൂടെ ഇങ്ങനെ വരും. ഇവിടെ എത്തി കഴിയുമ്പോൾ 8 ആംപിയർ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 കറണ്ട് കണ്ടുപിടിക്കണം. I1 ഡബിൾ ഡാഷും I3 ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. സോ I2 ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 8 ആംപിയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I1 ഡബിൾ ഡാഷും I3 ഡബിൾ ഡാഷും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക? നോക്കിക്കേ, ഇവിടെ നമുക്ക് 8 ആംപിയർ വന്നു കഴിഞ്ഞാൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
ഇവിടെ 5ഉം 1ഉം എങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയല്ല കറണ്ട് വരിക, കറണ്ട് മാറില്ല അല്ലേ. സോ 5ഉം 1ഉം സീരീസ് ആയിട്ട് കണ്ടു ചെയ്തുകൊണ്ട് അങ്ങനെ ഈക്വൽ റെസിസ്റ്റൻസ് 5 + 1 6 ഓം. സോ 5ഉം 1ഉം സീരീസ് ആണ്. സോ 6 ഓം ആയിട്ട് കൺസിഡർ ചെയ്തു, സം എടുത്തു. ഇപ്പോൾ 2 റെസിസ്റ്റൻസിൽ, അപ്പോൾ ഈ ഒരു 8 ആമ്പിയർ 2 റെസിസ്റ്റൻസിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വീണ്ടും കറണ്ട് ഡിവൈഡർ റൂൾ ഉപയോഗിക്കാം അല്ലേ. സോ ഈ 8 ആമ്പിയർ ഇവിടെ 2 സർക്യൂട്ടിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 8 ആമ്പിയർ ആണ് ടോട്ടൽ കറണ്ട്, രണ്ടിലൂടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബൈ യൂസിങ് കറണ്ട് ഡിവൈഡർ റൂൾ, എന്താ കറണ്ട് ഡിവൈഡർ റൂൾ? നമുക്ക് ആദ്യം I3 എടുക്കാം. I3 കറണ്ട് ഡിവൈഡർ റൂൾ എന്താ പറയുന്നത്? ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? I2 ഇൻറ്റു അതർ റെസിസ്റ്റൻസ്. I3 കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ അതർ റെസിസ്റ്റൻസ് ഏതാണ്? 6 ഓം. സോ I2 ഇൻറ്റു അതർ റെസിസ്റ്റൻസ് 6 ഓം ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 6 + 4 10 അല്ലേ. സോ I2 എത്രയാണ്? 8 ആമ്പിയർ ആണ്. സോ 8 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4 + 6 സോ 10. സോ 8 ഇൻറ്റു 6 ബൈ 10 എത്ര കിട്ടും? 4.8 ആമ്പിയർ. സോ I3 നമുക്ക് ഈ കേസിൽ 4.8 ആമ്പിയർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കാൻ എന്താ കണ്ടുപിടിക്കേണ്ട? I1 കണ്ടുപിടിക്കും. ഇതേപോലെ ചെയ്യാം നമുക്ക് ബൈ യൂസിങ് കറണ്ട് ഡിവൈഡർ റൂൾ തന്നെ. I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു, അത് 8 ആമ്പിയർ ഇൻറ്റു അതർ റെസിസ്റ്റൻസ്. I1 ഇത് കൂടെയാണ് പോകുന്നത്, 6 ഓമിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അതർ റെസിസ്റ്റൻസ് ഏതാണ്? ഇതാണ്. ഇത് നമ്മൾ എടുക്കുന്നില്ല, എന്തുകൊണ്ടാണ്? 8 ആമ്പിയർ ഇതിലൂടെ പോകുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഏതാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ റെസിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. ഈ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. കറണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈ 2 റെസിസ്റ്റൻസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കാത്തത്. മനസ്സിലായില്ലേ? സോ I2 ഇൻറ്റു അതർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? 4 ഓം ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 6 + 4 10. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 4 ബൈ 10 സോ 3.2 ആമ്പിയർ. സോ I1 നമുക്ക് 3.2 ആമ്പിയർ കിട്ടി. I3 4.8 ആമ്പിയർ കിട്ടി ഈ കേസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 2 കേസിൽ കറണ്ട് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യപ്പോൾ കറണ്ട് കിട്ടി. ഇവിടെ നമ്മൾ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് I3 നമുക്ക് കിട്ടി 4.8 ആമ്പിയർ. അപ്പോൾ I1 കിട്ടി എത്രയാണ്? 3.2 ആമ്പിയർ. അപ്പോൾ ഇതിന് മുമ്പത്തെ സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ടും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെത്രയാണ്? അതിൻ്റെ വാല്യൂ കണ്ടില്ലേ? I2 എത്രയാണ്? 0 ആണ്. കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് അത് 0. I1 എത്രയാണ്? 1 ആമ്പിയർ തന്നെയാണ്. കാരണം I1 I3 സെയിം ആയതുകൊണ്ട് I3 1 ആമ്പിയർ ആണ്, I1 1 ആമ്പിയർ തന്നെയാണ്. സോ ഈ 2 വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പോൾ I1 1 ആമ്പിയർ കിട്ടി, I3 1 ആമ്പിയർ കിട്ടി, I2 0 കിട്ടി. ഇനി നമ്മൾ രണ്ടാമത് കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കറണ്ട് I3 4.8 ആമ്പിയർ, I1 3.2 ആമ്പിയർ, I2 8 ആമ്പിയർ തന്നെയാണ്. ദാറ്റ് ഈസ് കറണ്ട് സോഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ അടുത്തത് ബൈ സൂപ്പർ പൊസിഷൻ തിയറം സ്റ്റെപ്പ് 3 ബൈ സൂപ്പർ പോസിങ് ദ കറൻസ്. ഈ 3 കറണ്ടിനെയും സൂപ്പർ പോസിങ് ചെയ്യണം. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു, സോ ഫസ്റ്റ് ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് I1 ഈസ് ഈക്വൽ ടു ഇപ്പോൾ എങ്ങനെയാണ് വരിക? ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അൾജിബ്രിക് സം എടുക്കണം. ഓക്കെ, ഫസ്റ്റ് കേസിൽ I1 എത്രയാണ്? 1 ആമ്പിയർ ആണ്. എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സോ സർക്യൂട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ആമ്പിയർ ഫ്ലോ ചെയ്യുന്നു ഫസ്റ്റ് കേസിൽ. ഇനിയിപ്പോൾ സെക്കൻഡ് കേസിൽ നോക്കിക്കേ, I1 എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. I1 വാല്യൂ 3.2 ആമ്പിയർ. അപ്പോൾ I1 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, I1 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് വരിക. ഏതാണ് വലുത്? I1 ആണ് വലുത്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കണം. സോ അങ്ങനെയാണെങ്കിൽ ബൈ യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം I1 ഈസ് ഈക്വൽ ടു I1 മൈനസ് I1. സോ I1 3.2 മൈനസ് I1 1 ആമ്പിയർ. സോ ആൻസർ 2.2 ആമ്പിയർ. ഓക്കെ, 2.2 ആമ്പിയർ. ഇതേപോലെ നമുക്ക് I2 എടുക്കാം. I2 എന്ന് പറഞ്ഞാൽ ഇതേപോലെ എങ്ങനെ ചെയ്യാം? അപ്പോൾ അവിടുത്തെ സർക്യൂട്ടിലേക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജ് സോഴ്സ് മാത്രം ചെയ്തപ്പോൾ I2 എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്. I2 വാല്യൂ എത്രയാണ്? 0 ആണ്. കാരണം I2 ഇല്ല, ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട്. എങ്കിലും നമ്മൾ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. ദാറ്റ് വാല്യൂ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കേസിലോ I2 നോക്കി, I2 എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. എത്ര ആമ്പിയർ ഉണ്ട്? 8 ആമ്പിയർ ഉണ്ട് അല്ല. I2 8 ആമ്പിയർ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ സൂപ്പർ പൊസിഷൻ തിയറം I2 ഈസ് ഈക്വൽ ടു I2 മൈനസ് I2. കാരണം വലുതെന്ന് ചെറുത് കുറയ്ക്കണം. I2 എത്രയാണ്? 8. I2 എത്രയാണ്? 0. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. സോ 8 മൈനസ് 0 8 ആമ്പിയർ. സോ അത് കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഫൈനലി I3 കണ്ടുപിടിക്കണം. I3 ഈസ് ഈക്വൽ ടു, ഇതേപോലെ സർക്യൂട്ടിലേക്ക് വരാം.
സർക്യൂട്ടിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ I3 എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? I3 ഡാഷ് ഇവിടുന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുന്നു അല്ലേ? എങ്ങനെ വന്നിട്ട് I3 ഡാഷ് താഴേക്ക് ഫ്ലോ ചെയ്യുന്നു, വാല്യൂ 1 ആമ്പിയർ. ഓക്കെ, ഇനി നമ്മൾ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തപ്പോഴോ നോക്കിക്കേ, I3 ഡബിൾ ഡാഷ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു? ഇവിടുന്ന് താഴേക്ക് തന്നെ ഫ്ലോ ചെയ്യുന്നു, വാല്യൂ I3 ഡബിൾ ഡാഷിൻ്റെ വാല്യൂ 4.8 ആമ്പിയർ. അപ്പോൾ 4.8 ആമ്പിയർ സെക്കൻഡ് കേസിൽ 4.8 ആമ്പിയർ താഴേക്ക് ഫ്ലോ ചെയ്യുന്നു. അതേപോലെ ഫസ്റ്റ് കേസിൽ I3 ഡാഷ് 1 ആമ്പിയർ താഴേക്ക് തന്നെ ഫ്ലോ. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിലാണ്, മുകളിൽ നിന്ന് താഴേക്ക് തന്നെയാണ് രണ്ട് കേസിലും ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് I3 ഈസ് ഈക്വൽ ടു I3 ഡബിൾ ഡാഷ് പ്ലസ് I3 ഡാഷ്. രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ് എടുത്തു. സോ I3 ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എത്രയാണ്? 4.8 ആമ്പിയർ. I3 ഡാഷിൻ്റെ വാല്യൂ 1. സോ 4.8 പ്ലസ് 1 5.8 ആമ്പിയർ. സോ ഇങ്ങനെയാണ് നമുക്ക് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം എവിടെ നിന്നെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. തന്നിട്ടില്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ സൂപ്പർപോസിഷൻ തിയറത്തിൻ്റെ ആദ്യം തന്ന പ്രോബ്ലം ഈ പ്രോബ്ലം നോക്കുക. കുറച്ച് ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിലിടാം. സോ അതും കൂടി ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നെറ്റിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സൂപ്പർപോസിഷൻ തിയറത്തിൻ്റെ പ്രോബ്ലംസ് എക്സ്പ്ലനേഷനോടുള്ള വീഡിയോസോ അല്ലെങ്കിൽ PDF ഒക്കെ കിട്ടും. സോ അങ്ങനെയും കൂടി സെർച്ച് ചെയ്ത് പഠിക്കുക. കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി.